ഇന്ന് 80 പോയിന്റൊക്കെയുള്ള ഒരു ബ്ലൗസ് പീസ്, അതായത് നമ്മുടെ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസിൽ നിന്ന് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലൗസ് തയ്ച്ചെടുക്കാൻ നോക്കാം. ഇതിൽ 1 മീറ്റർ തികച്ചില്ലാത്തൊരു പീസാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് കൈ, ബാക്ക് സൈഡ്, ഇവിടെയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കട്ടിങ് വരില്ലല്ലോ. അപ്പം അതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. കയ്യെ അങ്ങ് അളവൊക്കെ എടുത്തിട്ട് മുറിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു നീളത്തിനുള്ള ഒരു പീസാണ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിനെ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട്, അപ്പം ഫ്രണ്ട് പോർഷൻ ആകുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കട്ടിങ് വരുന്നിടം വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫ്രണ്ട് പോർഷൻ 2 പീസായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കട്ടിങ് വരുന്ന ആ ഭാഗം വരെ അളവെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കട്ടിങ്ങിന് ഞാൻ ഇതുപോലെ ചെറിയ കട്ട് പീസൊക്കെ വരുന്നതിൽ നിന്നും നമ്മുടെ ഇറക്കത്തിന് ആവശ്യമുള്ളത് ഇതേപോലെ ഇതേ മെയിൻ പാർട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇറക്കവും കൂടി അളന്നതിന് ശേഷമാണ് കട്ട് പീസ് ഞാൻ വെട്ടിയെടുക്കുന്നത്, നമ്മുടെ കട്ടിങ്ങിൻ്റെ പോർഷൻ വെട്ടിയെടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 പോർഷൻ മാത്രമേ നമുക്ക് മെയിൻ തുണിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ലൈനിങ്ങിന്റെ തുണിയിൽ നിന്നാണ് അടിഭാഗത്ത് വെക്കാനുള്ളതെല്ലാം വെട്ടിയെടുത്തിട്ടുള്ളത്. അത്രയും മതി. നമുക്ക് പുറത്ത് കാണാൻ വേണ്ടി മാത്രം നല്ല ക്ലിയർ ആയിട്ട് അങ്ങ് വെട്ടിയെടുത്താൽ മതിയല്ലോ. ബാക്കിയുള്ള പോർഷൻ നമുക്ക് ലൈനിങ്ങിന്റെ തുണിയിൽ നിന്ന് അടിഭാഗത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ പിന്നെ ആദ്യത്തെ ഭാഗം മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാനിതുപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ യോജിപ്പിച്ച് വെച്ചിട്ടാണ് അതേ പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ലൈനിങ് കൂടി നമ്മുടെ നല്ല ഭാഗം വെച്ചിട്ട് ലൈനിങ്ങും അതേ സെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് കഴുത്തിൻ്റെ ആ ബാക്ക് ഭാഗത്ത് ഞാനിതുപോലെ നല്ല ഇറക്കാതെ കുറച്ച് ഭാഗം മാത്രമാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഒരു ഓവൽ ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് ഭാഗം ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മോഡലിലാണ് ഞാനിത് ബാക്ക് കഴുത്ത് തച്ചെടുത്തത്. പിന്നെ അവിടെ കുറച്ച് വൈറ്റ് മുത്ത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്ത്, വേറെ ഒന്നുമില്ല, വെറുതെ ഒരു ലൈൻ പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്ക് സ്റ്റിച്ചിട്ട് തന്നെയാണ് ആ മുത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ബ്ലൗസിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൻ്റെ ഒരു സാരി ആയിരുന്നു കേട്ടോ.